എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ നമ്മുടെ കൂൺ ഫാമിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോയും ആരംഭിക്കുന്നത്. നമ്മുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന ഈ ചാനലിൽ തുടക്കം മുതൽ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ചെയ്തു വന്നിരുന്നത്. ഇതിനകം തന്നെ 30 ലൈവും 45 ലോങ് വീഡിയോസും കൂൺ കൃഷിയുമായി മാത്രം ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂൺ വ്യത്യസ്ത മാധ്യമങ്ങളിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നത് തുടങ്ങി വിവിധ ബജറ്റിലുള്ള കൂൺ ഫാം നിർമ്മാണം, കൂൺ കൃഷിയിലെ രോഗങ്ങൾ, കൂൺ കൃഷിക്ക് വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ, കൂണിന്റെ മാർക്കറ്റിംഗ് തുടങ്ങി ഒട്ടുമിക്ക ടോപ്പിക്കുകളും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ മാത്രം പറയുന്നത് ആവർത്തന വിരസത ഉണ്ടാക്കും എന്നതിനാൽ ഇനി മുതൽ നമ്മുടെ ഡെയിലി വ്ലോഗിന്റെ ഭാഗമായി കൂൺ ഫാമിലെ വിശേഷങ്ങൾ ഉണ്ടാകും. പക്ഷേ കൂൺ കൃഷിയെക്കുറിച്ച് മാത്രം ഉള്ള വീഡിയോകളായിരിക്കില്ല ഇനി മുതൽ ചെയ്യുക. ഈ ചാനലിലെ ഒരു കണ്ടന്റ് മാത്രമായിട്ടാണ് കൂൺ കൃഷിയുടെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിരുന്നത്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ 80% ആളുകളും കൂൺ കൃഷി വീഡിയോകൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലിന്റെ ഭാഗമായവരാണ്. ഒരിക്കലും അത്തരം ആളുകളെ നിരാശപ്പെടുത്താതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോകളും മറ്റു ദിവസങ്ങളിൽ ഞങ്ങളുടെ ചെറിയ സന്തോഷങ്ങളും എന്തെങ്കിലുമൊക്കെ തരത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. യൂട്യൂബ് വഴി ഞങ്ങളുടെ കൂൺ കൃഷി ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടുത്തണമെന്നോ ഇതുവഴി ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നോ തുടക്കം മുതൽ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ കൂൺ കൃഷിയുടെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഒരു മടിയുമില്ലാതെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തുടർന്നുള്ള ഞങ്ങളുടെ യാത്രയിലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. കൂൺ കൃഷിയുടെ വീഡിയോകൾ, കൃഷിയിലെ ഡെവലപ്മെന്റ് ഒക്കെ ഇനിയും വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഒപ്പം മറ്റു വീഡിയോകളും ഉണ്ടാകും എന്ന് മാത്രം. കൂൺ ഫാമിലെ പണികൾക്ക് ശേഷം ഇന്ന് ഞങ്ങൾ എല്ലാവരും അടുത്തുള്ള പുഴയിൽ വന്നതാണ്. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജന്മദിനമാണെന്ന്. എത്ര ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ അതൊക്കെ സർപ്രൈസ് ആയി അവളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് വേണം ദിലു എന്ന് ചോദിച്ചാൽ എനിക്ക് സർപ്രൈസ് വേണമെന്നാണ് ആളുടെ ഉത്തരം. ഈ അവധിക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും പുറത്തിറക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണല്ലോ. പ്ലേ സ്കൂൾ അടച്ചതിന് ശേഷം ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. അവളുടെ ജന്മദിനം പ്രമാണിച്ച് ഞങ്ങൾ എല്ലാവരും ഇന്ന് വീട്ടിലുണ്ടായിരുന്നതിനാൽ കുഞ്ഞിനെയും കൂട്ടി പുഴയിൽ വരാമെന്ന് കരുതിയതാണ്. ഈ ഒരു കുഞ്ഞി പെണ്ണിനെ നോക്കാൻ ഞങ്ങൾ 4 മുതിർന്ന വ്യക്തികൾ കൂടെയുണ്ട്. അങ്ങനെ വെള്ളം കുറഞ്ഞ ഒരു ഏരിയയിൽ 2 മണിക്കൂറിനടുത്ത് ചിലവഴിച്ചു ഇന്ന്. പുഴ കാണാൻ കൊണ്ടുവരാറുണ്ടെങ്കിലും ആദ്യമായാണ് ഇവളെ പുഴയിൽ ഇറക്കിയത്. അതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് ആള്. പുഴ ഇഷ്ടമായോ എന്ന ചോദ്യത്തിന് ദിലുവിന്റെ ഉത്തരം ഒന്ന് കേട്ടു നോക്കാം. പുഴയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും ദിലുവിന് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. 2 ദിവസം മുമ്പ് വാങ്ങിയ ഈ ഒരു സൈക്കിൾ ആളിന്റെ കണ്ണിൽ പെടാതെ ഇന്ന് വരെ സൂക്ഷിക്കാൻ കുറച്ചധികം പണിപ്പെട്ടിട്ടുണ്ട്. 4ാമത്തെ ബർത്ത്ഡേ ആണ് ദിലുവിന്റെ. അവൾക്ക് ഏറെ പ്രിയപ്പെട്ട, അവളെ കരുതുന്ന, സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ കൂടെ ചെറിയൊരു കേക്ക് മുറിക്കലും ഭക്ഷണവും ഒക്കെയായി ഈ ഒരു ജന്മദിനവും കടന്നുപോയി. ഈ കുഞ്ഞു മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ ഫലം കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്.